യെസ്, നിങ്ങൾ എല്ലാവരും എക്സാം വരുന്നതിന്റെ ചൂടിലായിരിക്കും അല്ലേ? സോ എക്സാം ഹാളിൽ എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് പഠിച്ചിട്ടുള്ള ആൻസേഴ്സ് എല്ലാം കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ? അതുപോലെ തന്നെ എക്സാം ഹാളിലെ സിറ്റുവേഷൻ എങ്ങനെയായിരിക്കും, നമുക്ക് അവിടെ ഡീൽ ചെയ്യാൻ പറ്റുമോ? അങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമ്മുടെ മൈൻഡിലേക്ക് ഓടി വരുന്ന ഒരു സമയമാണിതല്ലേ. സോ എക്സാം ഹാൾ മൈൻഡ് സെറ്റ് വളരെ പോസിറ്റീവ് ആൻഡ് കാം ആയിട്ട് വെക്കാനായിട്ട് നിങ്ങൾക്ക് പവർഫുൾ 5 ടിപ്സ് ഞാൻ പറഞ്ഞു തരട്ടെ. നമ്പർ 1, സ്റ്റേ കാം. എക്സാം ഹാളിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ലോങ് ബ്രീത്ത് എടുത്തതിന് ശേഷം മാത്രം എൻ്റർ ചെയ്യുക. നമ്പർ 2, ടൈം മാനേജ്മെന്റ്. ടൈം മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി എക്സാം ഹാളിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ട ഒന്നാണ്. വെയിറ്റേജിന് ബേസ് ചെയ്തുകൊണ്ട് ഓരോ ക്വസ്റ്റ്യനും എത്ര ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യണം എന്നുള്ളതാണ്. ഒരു ക്വസ്റ്റ്യന് മാത്രം നമ്മൾ പെർട്ടിക്കുലർ ടൈം ഫോക്കസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. നമ്പർ 3, ക്വിക്ക് സ്കാനിങ് ഓഫ് ദ പേപ്പർ. കൂൾ ഓഫ് ടൈമിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ആൻസർ ഏതാണോ എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യുക ആൻഡ് അതിനൊരു ഓർഡർ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് അറ്റൻഡ് ചെയ്യേണ്ടത് ഏതാണ്, അങ്ങനെ ഒരു ഓർഡർ ഉണ്ടാക്കി വെക്കുക. ആൻഡ് നമ്പർ 4, ഫോക്കസ് ഓൺ യുവർ ഓൺ ആൻസർ. ദാറ്റ് മീൻസ് നിങ്ങൾ നിങ്ങളുടെ ആൻസർ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ബാക്കിയുള്ളവർ ഈ ആൻസർ എങ്ങനെ അറ്റൻഡ് ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് ബോധേഡ് ആവണ്ട എന്നുള്ളതാണ്. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് വൺ, റിവ്യൂ യുവർ പേപ്പർ ബിഫോർ സബ്മിറ്റിംഗ്. ദാറ്റ് മീൻസ് നിങ്ങൾ കൊടുക്കുന്നതിന് മുമ്പായിട്ട് ലാസ്റ്റ് മിനിറ്റ് തീർച്ചയായിട്ടും നിങ്ങളുടെ ക്വസ്റ്റ്യൻ നമ്പർ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, വേറെ എന്തെങ്കിലും ആൻസേഴ്സ് എന്തെങ്കിലും മിസ്റ്റേക്ക് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ലീവ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ വളരെ ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അത് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ. ദെൻ യു ക്യാൻ ക്രിയേറ്റ് എ കാം ആൻഡ് പോസിറ്റീവ് എക്സാം ഹാൾ മൈൻഡ് സെറ്റ് ആൻഡ് ഷൂട്ട് യുവർ സക്സസ്.